നമസ്കാരം. ഗാന്ധാരിക്ക് 100 പുത്രന്മാരുണ്ടാകുമെന്നാണ് വ്യാസമുനി അറിയിച്ചത്. തണുത്ത വെള്ളം തളിച്ചപ്പോൾ മാംസപിണ്ഡം 100 പിളർന്നത്. എന്നാൽ ഗാന്ധാരിക്ക് 101-ാമതായി ദുശ്ശള എന്നൊരു മകളുള്ളത് നിങ്ങൾക്കറിയാമോ? ഇത് കുട്ടിപ്പുരാണം, പുരാണത്തിലെ കുട്ടി കുട്ടി കഥകൾ പറയുന്ന കുട്ടിപ്പുരാണം. കേട്ടു നോക്കൂ. ഗാന്ധാരിയുടെ വയറ്റിൽ നിന്ന് പുറത്തു വന്ന മാംസപിണ്ഡം വ്യാസമുനി ജലം തളിച്ച് നനച്ച് വേർതിരിച്ച് ഓരോ കുടത്തിലാക്കി. ഇങ്ങനെ നെയ്ക്കുടത്തിൽ മാംസകഷ്ണങ്ങളെ നിക്ഷേപിക്കുന്ന നേരത്ത് വ്രതനിഷ്ഠയോടെ ഇരിക്കുന്ന ഗാന്ധാരി ഒരു മകളെ മോഹിച്ചു. 100 പുത്രന്മാർക്ക് ഒരു സഹോദരിയുണ്ടെങ്കിൽ എത്ര നല്ലതാണ്. സ്ത്രീജനങ്ങൾക്ക് മരുമകൻ ഉണ്ടാകുന്നത് വലിയ സന്തോഷമാണ്. ഒരു മകളുണ്ടായിരുന്നെങ്കിൽ അവളുടെ മക്കളെയും കളിപ്പിച്ച് സന്തോഷത്തോടെ ഇരിക്കാമായിരുന്നു. താൻ ശരിയായ തപവും ഹോമവും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഗുരുജനങ്ങളെ പ്രീതിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു മകളുണ്ടാകട്ടെ എന്നെല്ലാം ഗാന്ധാരി മനസ്സിൽ ചിന്തിച്ചു. ഗാന്ധാരി മകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മഹർഷി 100 മാംസഖണ്ഡങ്ങൾ എണ്ണി പൂർത്തിയാക്കിയിട്ട് പറഞ്ഞു, ഗാന്ധാരി, ഇതാ 100 പുത്രന്മാരെ ഞാൻ എണ്ണിക്കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് തന്നെ സംഭവിക്കും. പേരക്കുട്ടികൾക്കായി 100-ന് ശേഷമുള്ള ഒരു കഷ്ണമുണ്ട്. ആ മാംസകഷ്ണം നിന്റെ ആഗ്രഹം പോലെ സുന്ദരിയാകും. മുനി മറ്റൊരു നെയ്ക്കുടമെടുപ്പിച്ച് അതിൽ ആ മാംസകഷ്ണം നിക്ഷേപിച്ചു. അതിൽ നിന്ന് ദുശ്ശള ജനിച്ചു. ശൂരരായ തൻ്റെ മക്കളെയെല്ലാം ധൃതരാഷ്ട്രർ പരീക്ഷിച്ചറിഞ്ഞു. വിവാഹപ്രായമായപ്പോൾ സുന്ദരികളായ രാജകുമാരിമാരെ അവർക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അദ്ദേഹം തൻ്റെ ഏക മകളായ ദുശ്ശളയെ വിധിപ്രകാരം ജയദ്രഥനാണ് വിവാഹം ചെയ്തു കൊടുത്തത്.